പ്രവാസികൾക്കും അതേപോലെ തിരിച്ചു വന്ന പ്രവാസികളുടെ ഉന്നമനത്തിനായിട്ട് കേരള ഗവൺമെന്റ് നോർക്ക റൂട്ട്സ് മുഖാന്തരം ഒട്ടനവധി സാമ്പത്തിക സഹായങ്ങൾ നൽകുന്നുണ്ട്. മെഡിക്കൽ ട്രീറ്റ്മെന്റിനുള്ള എക്സ്പെൻസസുകൾ തിരിച്ചു വന്ന പ്രവാസികൾ മരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവരുടെ കുടുംബത്തിനുള്ള ധനസഹായം, തിരിച്ചു വന്ന പ്രവാസികൾക്ക് റെഗുലർ ആയിട്ടുള്ള ഒരു ഇൻകം ലഭിക്കുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതിനുള്ള സഹായം, അതോടൊപ്പം തന്നെ അതിൽ ഇൻട്രസ്റ്റിലും ക്യാപിറ്റൽ റീപേയ്മെന്റിനുമുള്ള സബ്സിഡി, ഇങ്ങനെ ഒട്ടനവധി സാമ്പത്തിക സഹായങ്ങൾ കേരള ഗവൺമെന്റ് പ്രവാസികൾക്കായി നൽകി വരുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നോർക്ക റൂട്ട്സ് ഡയറക്ടേഴ്സ് സ്കോളർഷിപ്പ് സ്കീമിനെ കുറിച്ചാണ്. ഇപ്പോൾ പ്രവാസികളായിട്ടുള്ള വ്യക്തികളുടെയും അതോടൊപ്പം തന്നെ കുറഞ്ഞത് 2 വർഷമെങ്കിലും വിദേശത്ത് ജോലി ചെയ്തതിന് ശേഷം തിരിച്ചു വന്ന പ്രവാസികളുടെ മക്കൾക്കുമായിട്ട് നോർക്ക റൂട്ട്സ് ഡയറക്ടേഴ്സ് സ്കോളർഷിപ്പ് സ്കീം എന്ന് പറയുന്ന ഒരു എഡ്യൂക്കേഷൻ ധനസഹായ പദ്ധതി നിലവിലുണ്ട്. ഈ പദ്ധതി എന്താണ്, ഈ പദ്ധതിയിൽ നിന്ന് ലഭിക്കുന്ന ബെനിഫിറ്റുകൾ എന്താണ്, ആർക്കൊക്കെയാണ് ഈ പദ്ധതിയിൽ നിന്ന് സ്കോളർഷിപ്പ് ലഭിക്കാനായിട്ട് അർഹതയുള്ളത്, എത്രയൊക്കെ എമൗണ്ട് ആണ് സ്കോളർഷിപ്പ് ലഭിക്കുന്നത്, എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് സ്കോളർഷിപ്പിന് വേണ്ടിയിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത്, ഏതൊക്കെ കോഴ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് സ്കോളർഷിപ്പ് ലഭിക്കുന്നത്, ഒരു വീട്ടിൽ നിന്ന് എത്ര കുട്ടികൾക്ക് സ്കോളർഷിപ്പ് ലഭിക്കും, ഈ കാര്യങ്ങളാണ് ഇന്ന് വിശദമായിട്ട് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ ഏകദേശം 1100ഓളം വീഡിയോകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ 350-ൽ കൂടുതൽ വീഡിയോകൾ പ്രവാസികൾക്ക് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വീഡിയോകളാണ്. പ്രവാസികൾ ആവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും പ്രവാസികൾക്ക് കേരള ഗവൺമെന്റിൽ നിന്നും മറ്റുള്ള ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും ലഭിക്കുന്ന സാമ്പത്തിക സഹായങ്ങളെക്കുറിച്ചും പ്രവാസികൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളെക്കുറിച്ചുള്ള വീഡിയോകൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകൾ ഭാവിയിലും നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കണമെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഇത് നിങ്ങളുടെ പ്രവാസികളും അതേപോലെ തിരിച്ചു വന്ന പ്രവാസികളുമായിട്ടുള്ള സുഹൃത്തുക്കളുടെ അറിവിലേക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഗവൺമെന്റ് പ്രവാസികൾക്ക് വേണ്ടിയിട്ട് നടപ്പാക്കുന്ന ഇതേപോലെയുള്ള പല പദ്ധതികളും സാധാരണക്കാരായിട്ടുള്ള പ്രവാസികളുടെ ഇടയിൽ എത്തുന്നില്ല. അതിന് മുഖ്യമായിട്ടുള്ള കാരണം ഈ കാര്യങ്ങൾ അറിയാവുന്ന വ്യക്തികൾ ഇതേപോലെയുള്ള ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നില്ല, പറഞ്ഞു കൊടുക്കുന്നില്ല. തീർച്ചയായിട്ടും ഇതേപോലെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും അതേപോലെ തന്നെ പ്രവാസി റിലേറ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പുകൾക്കും ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. പ്രവാസി പെൻഷൻ സ്കീം, പ്രവാസി ഡിവിഡൻഡ് സ്കീം, നോർക്ക റിലേറ്റഡ് ആയിട്ട് പ്രവാസികൾക്ക് ലഭിക്കുന്ന സാമ്പത്തിക സഹായങ്ങൾ, ഇതേപോലെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കേരള പ്രവാസി കമ്മ്യൂണിറ്റി ഫോറം എന്ന പേരിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ചിട്ടുണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ആയിരക്കണക്കിന് പ്രവാസികൾ മെമ്പേഴ്സാണ്. നിങ്ങൾക്ക് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഒരു റിക്വസ്റ്റ് അയയ്ക്കുക. നോർക്ക റൂട്ട്സ് ഡയറക്ടേഴ്സ് സ്കോളർഷിപ്പിനെ കുറിച്ച് ഞാൻ വിശദമായിട്ടുള്ള ഒരു പ്രസൻറ്റേഷൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഈ പ്രസൻറ്റേഷനിൽ നിങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ എല്ലാം വിശദീകരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ സ്കോളർഷിപ്പ് സ്കീമിന് എങ്ങനെയാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളും വളരെ വിശദമായിട്ട് ഈ പ്രസൻറ്റേഷനിൽ വിവരിക്കുന്നുണ്ട്. നിങ്ങളുടെ വീട്ടിൽ ഈ സ്കോളർഷിപ്പ് വാങ്ങാനായിട്ട് എലിജിബിൾ ആയിട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ അവസരം മിസ്സാക്കാതെ ഈ സ്കോളർഷിപ്പിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുക. ഈ പ്രസൻറ്റേഷൻ ഒന്ന് കണ്ടു നോക്കൂ. രജിസ്റ്റർ ചെയ്യുന്നതിന് നിങ്ങൾ ഈ വെബ്സൈറ്റിൽ വിസിറ്റ് ചെയ്യണം. www.scholarship.norcaroots.org എന്ന് പറയുന്ന വെബ്സൈറ്റിൽ വിസിറ്റ് ചെയ്യുക. ഈ വെബ്സൈറ്റിൽ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള എല്ലാ ഡീറ്റെയിൽസും ലഭിക്കും. ഇത് നോർക്ക റൂട്ട്സ് ഡയറക്ടേഴ്സ് സ്കോളർഷിപ്പ് സ്കീമിന് എലിജിബിൾ ആയിട്ടുള്ള വ്യക്തികൾ വിദേശത്ത് മിനിമം 2 വർഷമെങ്കിലും ജോലി ചെയ്ത് തിരിച്ചു വന്ന പ്രവാസികളും അതോടൊപ്പം തന്നെ ഇപ്പോൾ വിദേശത്ത് ജോലി ചെയ്യുന്ന പ്രവാസികളുടെ മക്കൾക്കുമാണ് ഈ സ്കോളർഷിപ്പ് പദ്ധതിയിൽ ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ടുള്ള എലിജിബിലിറ്റി ഉള്ളത്. ഇത് 2024-2025 അക്കാഡമിക് ഇയറിലേക്കുള്ള സ്കോളർഷിപ്പിൻ്റെ സാമ്പത്തിക പദ്ധതിയാണ്. സ്കോളർഷിപ്പ് ബേസിക്കായിട്ടും എയിം ചെയ്യുന്നത് ഉന്നത വിദ്യാഭ്യാസത്തിന് ആവശ്യമായ സാമ്പത്തിക സഹായം നൽകുന്നതിന് വേണ്ടിയിട്ടാണ്. പ്രവാസി മലയാളികളായ നോർക്ക റൂട്ട്സ് ഡയറക്ടർമാരും അതേപോലെ തന്നെ നോർക്ക വകുപ്പും ചേർന്ന് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് നോർക്ക റൂട്ട്സ് ഡയറക്ടേഴ്സ് സ്കോളർഷിപ്പ് പദ്ധതി. ഇതിൽ ചേരേണ്ട യോഗ്യതകൾ പറയുന്നത് കുറഞ്ഞത് 2 വർഷമായി വിദേശത്ത് ജോലി ചെയ്തിട്ടുള്ള
താഴ്ന്ന വരുമാനക്കാരായ പ്രവാസി കേരളീയരുടെ ഇവരുടെ വാർഷിക വരുമാനം പറയുന്നത് 3 ലക്ഷം രൂപയാണ്. അതേപോലെ തന്നെ വർഷം വിദേശത്ത് ജോലി ചെയ്ത് തിരിച്ചു വന്ന പ്രവാസികളും അവരുടെയും സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്കോളർഷിപ്പ് പദ്ധതിയാണിത്. അവരുടെയും വാർഷിക വരുമാനം 3 ലക്ഷം രൂപയിൽ കൂടാൻ പാടില്ല. ഒരു പ്രവാസിയുടെ 2 കുട്ടികൾക്ക് ഒരേ സമയം ഈ പദ്ധതിയും കീഴിൽ സ്കോളർഷിപ്പിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാം. പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് പ്രൊഫഷണൽ അതേപോലെ തന്നെ ബിരുദത്തിനും ബിരുദാനന്തര തലത്തിലും ഉള്ള കോഴ്സുകൾക്കാണ്. ഇതിലേതൊക്കെ കോഴ്സുകൾക്കാണ് ആനുകൂല്യം ലഭിക്കുക എന്നുള്ളത് നമ്മൾ വിശദമായിട്ട് ഈ പ്രസൻറ്റേഷനിൽ പറയുന്നുണ്ട്. മറ്റൊരു കണ്ടീഷൻ ഇതിൻ്റെ അകത്ത് പറയുന്നത് പഠിക്കുന്ന കോഴ്സിന് വേണ്ട യോഗ്യതാ പരീക്ഷയിൽ, അതായത് യൂണിവേഴ്സിറ്റിയോ ബോർഡ് പരീക്ഷയിൽ നിന്ന് ലഭിക്കുന്ന മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്കോളർഷിപ്പ് നൽകുക. ഇത് അപ്ലൈ ചെയ്യുന്ന എല്ലാ പ്രവാസികളുടെ മക്കൾക്കും ഈ സ്കോളർഷിപ്പ് ലഭിക്കുകയില്ല. അവർ ഓരോ വർഷവും ഇത്ര കുട്ടികൾക്ക് സ്കോളർഷിപ്പ് നൽകാൻ ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ, അതായത് ഓരോ കാറ്റഗറിയിലും പെടുന്ന അഥവാ ഈ യോഗ്യതാ പരീക്ഷയിൽ മിനിമം 60% മാർക്ക് നേടിയിരിക്കണം. അത് ഒന്നാമത്തെ ക്രൈറ്റീരിയയാണ്. അതിന് ഉപരിയായിട്ട് അപേക്ഷിക്കുന്ന കുട്ടികളിൽ നിന്ന് അവർ തിരഞ്ഞെടുക്കുന്ന മാർക്കിൻ്റെയും അതേപോലെ മറ്റുള്ള സാമ്പത്തിക കാര്യങ്ങളുടെയും ബേസിസിൽ തിരഞ്ഞെടുക്കുന്ന കുറച്ച് കുട്ടികൾക്ക് മാത്രമാണ് ഈ സ്കോളർഷിപ്പ് ലഭിക്കുകയുള്ളൂ. അത് എത്ര കുട്ടികൾക്ക് സ്കോളർഷിപ്പ് നൽകുമെന്ന് ഇതിൽ സ്പെസിഫൈ ചെയ്തിട്ടില്ല. കേരളത്തിലെ സർവകലാശാലകൾ അംഗീകരിച്ച കോഴ്സുകൾക്കും അംഗീകൃത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ റെഗുലർ കോഴ്സുകൾക്ക് പഠിക്കുന്ന കുട്ടികൾക്കുമായിരിക്കും ഈ സ്കോളർഷിപ്പ് നൽകുക. 5ാമത്തെ കണ്ടീഷൻ, ഒരാൾക്ക് വിദ്യാഭ്യാസ കാലത്ത് 1 പ്രാവശ്യം മാത്രമേ സ്കോളർഷിപ്പിന് അർഹതയുണ്ടായിരിക്കുകയുള്ളൂ. തുല്യമായ മാർക്കോ ഗ്രേഡോ വരികയും അതിൽ ഒരാളെ മാത്രം തിരഞ്ഞെടുക്കേണ്ട സാഹചര്യം വരികയും ചെയ്യുന്ന പക്ഷം വരുമാനം കുറഞ്ഞ പ്രവാസിക്കായിരിക്കും മുൻഗണന നൽകുക. വരുമാനവും മാർക്കും ഗ്രേഡ് തുല്യമായി വരികയാണെങ്കിൽ യോഗ്യതാ കോഴ്സിൻ്റെ പ്രധാന വിഷയങ്ങളിൽ ലഭിച്ച മാർക്കിനെ അടിസ്ഥാനമാക്കിയായിരിക്കും മുൻഗണനാ ക്രമത്തിൽ ഈ സ്കോളർഷിപ്പ് നൽകുക. ഇതിൽ പ്രത്യേകമായിട്ട് പറയുന്നത് നോർക്ക റൂട്ട്സ് സ്കോളർഷിപ്പ് പദ്ധതിയുടെ മാനദണ്ഡം എന്ന് പറയുന്നത് മെരിറ്റ് മാത്രമായിരിക്കും. മറ്റുള്ള കാര്യങ്ങളൊന്നും അവർ കൺസിഡർ ചെയ്യുകയില്ല. 8ാമത്തെ കാര്യം ഇതിൽ പറയുന്നത് വിവിധ കോഴ്സുകളിലെ സ്കോളർഷിപ്പിന് അർഹരായവരുടെ എണ്ണവും അപേക്ഷകരുടെ എണ്ണവും അനുസരിച്ച് ആകെ നൽകുന്ന സ്കോളർഷിപ്പുകളുടെ എണ്ണത്തിൽ വ്യതിയാനം വരുത്തുവാനും പുനർക്രമീകരിക്കുന്നതിനും നോർക്ക റൂട്ട്സ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറിന് അധികാരമുണ്ടായിരിക്കുമെന്ന് ഇതിൽ പറയുന്നുണ്ട്. മറ്റൊരു കാര്യം ഇവിടെ എടുത്തു പറയുന്നത്, തെറ്റായ വിവരങ്ങളോ രേഖകളോ ഹാജരാക്കുന്ന അപേക്ഷകരെ ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നതിന് പരിഗണിക്കുന്നതല്ല. തെറ്റായ വിവരങ്ങളോ രേഖകളോ ഹാജരാക്കിയാണ് ആനുകൂല്യം കൈപ്പറ്റിയതെന്ന് ബോധ്യപ്പെടുന്ന പക്ഷം ആ അപേക്ഷകരിൽ നിന്ന് 15% പലിശ സഹിതം അവർക്ക് നൽകിയ സ്കോളർഷിപ്പ് തിരിച്ചു വാങ്ങുമെന്നും ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അതോടൊപ്പം നിങ്ങൾ അപേക്ഷിക്കുന്ന സമയത്ത് നിങ്ങളുടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൻ്റെ പ്രൂഫ്, അതായത് പാസ്ബുക്കിൻ്റെ പ്രൂഫ് കൂടി അപ്ലോഡ് ചെയ്യണം. ഓരോ കോഴ്സിനും മാക്സിമം അലോ ചെയ്തിരിക്കുന്ന സ്കോളർഷിപ്പ് എമൗണ്ട് എന്ന് പറയുന്നത് 15,000 രൂപയാണ്. ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഈ പറഞ്ഞ www.scholarship.norcaroots.org എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിങ്ങൾ വിസിറ്റ് ചെയ്താൽ ഇവിടെ ഒരു ഓപ്ഷൻ ഇവിടെയുണ്ട്, ലോഗിൻ നൗ. അതായത് ഓൾറെഡി നിങ്ങളൊരു ലോഗിൻ ID ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഓപ്ഷൻ ഉപയോഗിക്കാം. അല്ല എങ്കിൽ ന്യൂ രജിസ്ട്രേഷൻ, ഈ ന്യൂ രജിസ്ട്രേഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കിവിടെ ലോഗിൻ ID ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഇവിടെ പറയുന്നുണ്ട്. നിങ്ങളുടെ പേര് എഴുതുക, മൊബൈൽ നമ്പർ രേഖപ്പെടുത്തുക, അഡ്രസ്സ് ഇവിടെ എഴുതുക, ഒരു പാസ്വേഡ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. ആ പാസ്വേഡ് ഇവിടെ കൺഫേം ചെയ്ത് സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലോഗിൻ ID ക്രിയേറ്റ് ആയി. ഈ ലോഗിൻ ID ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റുകൾ നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യം, ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ് ഈ വർഷം നവംബർ 30-ാം തീയതിയാണ്. ഇത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ ഇവിടെ ശ്രദ്ധിക്കാനുണ്ട്. അനക്ഷർ 1-ൽ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഇഷ്യൂ ചെയ്ത ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങളിവിടെ സബ്മിറ്റ് ചെയ്യാനുണ്ട്. ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേര്, അഡ്രസ്സ്, അതേപോലെയുള്ള കാര്യങ്ങളാണ്. അതിൻ്റെ ഫോമാറ്റ് ഇവിടെ അവൈലബിൾ ആണ്. പേരൻ്റ് അല്ലെങ്കിൽ ഗാർഡിയൻ്റെ ഒരു ഡിക്ലറേഷൻ ഫോം സബ്മിറ്റ് ചെയ്യാനുണ്ട്. അത് അനക്ഷർ 2 ആണ്. 4ാമത്തെ കാര്യം, ഒക്കെ ഡോക്യുമെൻറ്റുകളാണ് ഈ ഗ്രാൻഡ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടതെന്നാണ് ഇവിടെ പറയുന്നത്. 10ാം ക്ലാസ്സിലെ, അതായത് SSLC CBSE
ICSC ഈക്വലൻ്റ് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, 12th സർട്ടിഫിക്കറ്റും അതിൻ്റെ മാർക്ക് ലിസ്റ്റും, ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആൻഡ് കൺസോളിഡേറ്റഡ് മാർക്ക് ലിസ്റ്റ്, സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ ഗസറ്റ് ഓഫീസർ ആസ് പ്രൂഫ് ഓഫ് റിട്ടേൺ അത് നോൺ റെസിഡൻറ്റ്, ഒറിജിനൽ ആനുവൽ ഫാമിലി ഇൻകം സർട്ടിഫിക്കറ്റ് ഫോർ ദ കറണ്ട് ഫിനാൻഷ്യൽ ഇയർ ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റ്. അതിപ്പോൾ വില്ലേജ് ഓഫീസർ സർട്ടിഫൈ ചെയ്ത നിങ്ങളുടെ ആനുവൽ ഇൻകം അതായത് വരുമാന സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യണം. സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ ഡയറക്ടർ പ്രിൻസിപ്പൽ ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഡിക്ലറേഷൻ ബൈ പേരൻറ്റ്, കോപ്പി ഓഫ് ബാങ്ക് പാസ്ബുക്ക്, കോപ്പി ഓഫ് സ്റ്റുഡൻസ് ആധാർ കാർഡ്, പാസ്പോർട്ട് കോപ്പി, ലേറ്റസ്റ്റ് വാലിഡ് വിസ പേജ് ഓഫ് പാസ്പോർട്ട്, ഫോട്ടോഗ്രാഫ് ഓഫ് സ്റ്റുഡൻറ്റ്. ഇതേപോലെ 12 ഡോക്യുമെൻറ്റുകളാണ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യാനായിട്ടുള്ളത്. ഇനി ഏതൊക്കെ കോഴ്സുകളാണ് ഈ ഗ്രാൻറ്റിൽ ലഭിക്കുന്നതിന് എലിജിബിൾ ആയിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. ഒരുപാട് കോഴ്സുകൾ ഇവിടെ പറയുന്നുണ്ട്. LLB 5 ഇയർ, BArc, BA LLB, BArc, BMRT, B.Pharma. ഇത് നമ്മുടെ കേരളത്തിൽ യൂണിവേഴ്സിറ്റികളും അല്ലെങ്കിൽ ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളും നടത്തുന്ന എല്ലാ ബാച്ചിലർ കോഴ്സും പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സുകളും ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ബാച്ചിലേഴ്സ് കോഴ്സുകളും അതോടൊപ്പം തന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സുകളും 33 കോഴ്സുകളും ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കേരളത്തിൽ യൂണിവേഴ്സിറ്റികൾ നടത്തുന്ന മിക്കവാറും എല്ലാ കോഴ്സുകളും ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ കുട്ടി പഠിക്കുന്നത് ഇതിലേതെങ്കിലും ഈ ലിസ്റ്റിൽ പെടുന്ന ഏതെങ്കിലും കോഴ്സിലാണോ എന്ന് നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഒരിക്കൽ കൂടി ഓർപ്പിക്കട്ടെ, ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഈ നവംബർ മാസം 30-ാം തീയതിയാണ്. അപ്പോൾ നിങ്ങളുടെ കുട്ടികൾ ഈ പറയുന്ന എലിജിബിലിറ്റി ഉള്ള കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്കോളർഷിപ്പിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് ലഭിക്കുന്നത് 15,000 രൂപയാണ്. നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ കുട്ടികളുണ്ടെങ്കിൽ അതായത് 2 കുട്ടികൾക്ക് വരെയും അപ്ലൈ ചെയ്യാം. നിങ്ങൾ 2 കുട്ടികൾ ബാച്ചിലേഴ്സ് കോഴ്സിനോ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സിനോ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ 30,000 രൂപ വരെയുള്ള സ്കോളർഷിപ്പ് നിങ്ങൾക്ക് ലഭിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടുണ്ടാവാം എങ്ങനെയാണ് നോർക്ക റൂട്ട്സ് ഡയറക്ടേഴ്സ് സ്കോളർഷിപ്പ് സ്കീമിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ എലിജിബിലിറ്റി കണ്ടീഷൻസ്, മറ്റ് ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ സ്കോളർഷിപ്പ് സ്കീമിനെ കുറിച്ച് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അല്ല എങ്കിൽ കേരള പ്രവാസി വെൽഫെയർ കമ്മ്യൂണിറ്റി ഫോറം ഗ്രൂപ്പിൽ അംഗമായി നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ അവിടെയും ചോദിക്കാവുന്നതാണ്. ഇതേപോലെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകൾ യഥാസമയം നിങ്ങളിൽ എത്തണമെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇതേപോലെ ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ പ്രവാസി സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇതേപോലെ ഇൻഫോർമേറ്റീവും യൂസ്ഫുള്ളുമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരവസരത്തിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.